السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള 2020 ജൂലൈ 10 നടത്തിയ ദുആകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒന്നാമത്തെ ഖുത്ബയിലെ ചില പ്രധാന ഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായമായ സൂറ അൻ-നംലിൽ നിന്നും 63-ാം വചനം ഓതി ഖലീഫത്തുള്ള ഖുത്ബയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ വയജഅലുഹുക്കും ഖുലഫാഅൽ അർളി അഇലാഹുൻ മഅല്ലാഹി ഖലീലൻ മാ തദക്കറൂൻ. പറയുക, ഗതിമുട്ടിയവൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മൻ യുജീബുൽ മുദ്തറ. മുദ്തറ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൽ അകപ്പെട്ടവൻ, ഒരു ഗതിയുമില്ലാതെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളിനാണ് മുദ്തറ എന്ന് പറയുന്നത്. അമ്മൻ, ആരാണ് യുജീബ് ഉത്തരം നൽകുന്നത് അൽ മുദ്തറ, ഈ ഗതി മുട്ടിയവൻ്റെ പ്രാർത്ഥനയ്ക്ക്. ഇദാ ദആഹു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ. പ്രയാസമനുഭവിക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാനിരതനാകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആരാണ് ഉത്തരം നൽകുന്നത്? അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ. യക്ഷിഫു ദൂരീകരിക്കുക, ഇല്ലായ്മ ചെയ്യുക, അകറ്റുക എന്നൊക്കെയാണ് അർത്ഥം. സൂഅ ക്ലേശം, ബുദ്ധിമുട്ട്, പ്രയാസം. വയക്ഷിഫുസ് സൂഅ ക്ലേശം ദൂരീകരിക്കുകയും വയജഅലുക്കും ഖുലഫാഅൽ അർളി, വയജഅലുക്കും നിങ്ങളെ അവൻ ആക്കിത്തീർക്കുന്നു. ഈ ഗതി മുട്ടിയവനെ, ഈ പ്രയാസമനുഭവിക്കുന്നവനെ അവൻ അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന നിലയിൽ വയജഅലുക്കും നിങ്ങളെ അവനാക്കി തീർക്കുന്നു ഖുലഫാഅൽ അർളി ഭൂമിയുടെ അവകാശികൾ ആക്കി മാറ്റുകയും ചെയ്യുന്നത് ആരാണ്? അഇലാഹുൻ മഅല്ലാഹി, അല്ലാഹുവിനോടൊപ്പം മറ്റു വല്ല ദൈവങ്ങളുമുണ്ടോ? അഇലാഹുൻ മഅല്ലാഹി, അഇലാഹുൻ മറ്റേതെങ്കിലും ഒരു ദൈവമുണ്ടോ? മഅല്ലാഹി, അല്ലാഹുവിനോടൊപ്പം. ഈ രീതിയിൽ നിങ്ങളുടെ പ്രയാസങ്ങളെ അകറ്റി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്ത്, നിങ്ങളെ ഭൂമിയുടെ
അവകാശികളാക്കി മാറ്റി നിങ്ങളെ സമുന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ആ ഇലാഹുൻ മഅല്ലാഹി, അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ല ഇലാഹും മറ്റു വല്ല ശക്തിയും ഉണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപദേശം സ്വീകരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വളരെ നല്ല ഉപദേശങ്ങൾ, ജീവിത വഴികൾ, ജീവിത പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനുള്ള എളുപ്പ വഴികളൊക്കെ നിങ്ങൾക്ക് ഉപദേശിച്ച് നൽകിയിട്ടുണ്ട്. ആൾറെഡി നിങ്ങൾക്ക് ഗ്രന്ഥരൂപേണ നൽകപ്പെട്ടു. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതിൽ നിങ്ങൾ അശ്രദ്ധരാകുമ്പോൾ നിങ്ങളെ വീണ്ടും ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള ആളിനെ നിയോഗിച്ച് അവൻ്റെ കാരുണ്യവർഷം അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ മേൽ പ്രത്യേകിച്ച് അവൻ ഇറക്കുമ്പോൾ അത് സ്വീകരിക്കാതെ തങ്ങൾക്ക് തോന്നുന്ന നിലയിൽ ഉള്ള ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഖലീലമ്മ തദക്കറൂൻ. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപദേശം സ്വീകരിക്കുന്നുള്ളൂ, നല്ല വഴികളൊന്നും സ്വീകരിക്കുന്നില്ല. വെറുതെ മതവിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്ത് കഴിയുന്ന വളരെയധികം ആളുകളുണ്ട്. അങ്ങനെ മതവിശ്വാസികളാണ് ഇന്ന് നമ്മളൊന്ന് നോക്കിയാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഹിന്ദു മതവിശ്വാസികൾ, ക്രിസ്തു മതവിശ്വാസികൾ, ജൂതമതവിശ്വാസികൾ, ജൈന മതവിശ്വാസികൾ, അങ്ങനെ തുടങ്ങി ഇസ്ലാം മതവിശ്വാസികൾ, ഇങ്ങനെ ഒരുപാട് മതങ്ങൾ. എല്ലാവരും ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്തെങ്കിലും മാറുന്നോ? ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടി വരികയാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? മാനവകുലത്തിന് മൊത്തത്തിൽ നൽകിയ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നൽകപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്കോ ഒരു മതവിശ്വാസിക്കോ ഒരു പ്രദേശത്തുള്ളവർക്കോ വേണ്ടി ഉള്ളതല്ല. ഇത് മുഴു ലോകത്തും കഴിയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ അവന് മതമൊന്നുമില്ല. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് അവനാണ്. ഹിന്ദുവിനെ സൃഷ്ടിച്ചു, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചു, ജൂതനെ സൃഷ്ടിച്ചു, സിഖുകാരനെയും പാർസികളെയും സൃഷ്ടിച്ചു, ഏഷ്യക്കാരെയും യൂറോപ്പുകാരെയും സൃഷ്ടിച്ചു. അവൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ മനുഷ്യരാണ്, അവൻ്റെ ആളുകളാണ്. അവനിഷ്ടപ്പെട്ട നിറത്തിൽ അവരെ സൃഷ്ടിച്ചു. ചിലർക്ക് വെളുപ്പ് നൽകി, ചിലർക്ക് കറുപ്പ് നൽകി, ചിലർക്ക് ചുവപ്പ് നൽകി. അവൻ ഉദ്ദേശിച്ചത് എന്തോ ആ വർണ്ണങ്ങൾ അവർക്ക് നൽകി. എന്നിട്ട് മണ്ടന്മാരായ നമ്മൾ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് പോരാടുക. ഇത് അവർക്കുള്ളതാണ്, അത് ഇവർക്കുള്ളതാണ്, ഇത് മറ്റവർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. സ്നേഹിക്കുവാനും സേവിക്കുവാനും മാനവകുലത്തിന് നൽകിയ ഉപദേശത്തിന് പകരം വെറുക്കുവാനും കൊടുക്കുന്ന സേവനങ്ങൾ ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്ന മനുഷ്യൻ, ഹേ മനുഷ്യ, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരല്ല. നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് പറഞ്ഞാലും ശരി, ദൈവദാസനാണോ? നിങ്ങൾ ഭൂമിയിൽ കഴിയുന്ന സമസ്ത മനുഷ്യരെയും സ്നേഹിക്കണം, അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ വിശ്വാസം എന്തുമാകട്ടെ, ആ വിശ്വാസം ഏകനായ ദൈവത്തെ വിശ്വസിച്ചു അതനുസരിച്ച് നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കും. അതല്ല, അവൻ അത് തിരസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും ദൈവം കൊടുക്കും. നിങ്ങളെ ഇത് ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഭൂമിയിൽ ദൈവം ചമയുന്ന ആളുകളാണ് ഭൂമുഖത്തുള്ളത്. അവരെ വണങ്ങി നിന്നാൽ ഏതാണ്ട് കാര്യം സാധിക്കാം എന്ന നിലയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ ധനം മുഴുവൻ കൊള്ളയടിക്കുന്ന ഈ കൊള്ള കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. യഥാർത്ഥമായ ദീൻ, വിശ്വാസം, നന്മ എന്താണ്?
അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെപ്പറ്റി വിശദീകരിച്ചത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഇന്ന് ഞാൻ അള്ളാഹുവിനോടുള്ള ദുആകൾ എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇന്ന് തുടങ്ങുന്നത് ഞാൻ തുടക്കത്തിൽ ഓതിയ ഖുർആനായത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് അള്ളാഹു എന്നെ പഠിപ്പിച്ചു തന്ന ചില ദുആകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദുആകൾ അല്ലാഹു തആല അവൻ്റെ അപാരമായ അനുഗ്രഹത്താലും ഔദാര്യത്താലും എനിക്ക് പഠിപ്പിച്ചു തന്നവയാകുന്നു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് മുമ്പ് കടന്നുപോയ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്കെല്ലാം തന്നെ ഇത്തരം ദുആകൾ ഇതേ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ദുആകൾ സശ്രദ്ധം കേൾക്കുകയും ഒടുവിൽ ഹൃദയത്തിൽ ആമീൻ പറയുകയും ചെയ്യുക. അപ്പോൾ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ദൂതന്മാരും പ്രവാചകന്മാരും അവതാരങ്ങളും ദൈവപുത്രന്മാരും എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവർക്കെല്ലാം ഏകനായ യഹോവ, പരബ്രഹ്മമായ ദൈവം അല്ലാഹു, അവൻ പഠിപ്പിച്ചു കൊടുത്തത് അവനെ ആരാധിക്കുവാനും അവൻ്റെ മുമ്പിൽ ശിരസ്സ് കുനിക്കുവാനും അവൻ്റെ സൃഷ്ടികൾ അഖിലത്തോടും നല്ല നിലയിൽ വർത്തിക്കുവാനുമാണ്. ഈ അധ്യാപനങ്ങളെ മാനവകുലം തിരസ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും ഈ അസാധാരണ ദുആകൾ എന്നിലേക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അത് മുഖേന ഞാൻ അവനോട് അർത്ഥിക്കുവാനായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ വാതിക്കൽ ഭിക്ഷയാചിച്ചു നിൽക്കുന്ന വെറും ഒരു യാചകനാണ്. അവനെ അഭിസംബോധന ചെയ്യേണ്ട രീതി അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് അവൻ്റെ മഹത്തായ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന ദുആകൾ ഇതിനു മുമ്പേ തന്നെ നിലവിലുണ്ടായിരുന്നതാണെങ്കിൽ കൂടി എനിക്ക് അവ സംബന്ധമായി യാതൊരുവിധ മുന്നറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നാഥൻ എനിക്ക് ഈ ദുആകൾ പഠിപ്പിച്ചു തരിക വഴി എന്നോട് അങ്ങേയറ്റം അനുഗ്രഹം ഔദാര്യം കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ ദുആകൾ അസാധാരണമായതാകുന്നു. അതിൽ ഞാൻ അല്ലാഹു തആലയോട് അങ്ങേയറ്റം സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല അവനായിട്ട് തന്നെ എന്നെ ഈ ദുആകൾ പഠിപ്പിച്ചു തന്നതിനാൽ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണ്. അല്ലയോ അല്ലാഹ്, ഞാൻ അങ്ങേയറ്റം ബലഹീനനാകുന്നു, തെറ്റുകൾ ചെയ്തിരിക്കുന്നവനാണ്. നിത്യവും എൻ്റെ ബലഹീനതകൾ കാരണമായി ഞാൻ തെറ്റിലകപ്പെട്ടു പോകുന്നു. അല്ലാഹ്, എൻ്റെ തെറ്റുകളെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ എല്ലാ തെറ്റുകളെയും കഴുകി എന്നെ പരിശുദ്ധനാക്കണമേ. ഹൃദയഭക്തി കൊണ്ട് എൻ്റെ ഹൃദയത്തെ രക്ഷിക്കാൻ തക്കവണ്ണം എൻ്റെ പാവങ്ങളെ കഴുകിക്കളയണമേ. പശ്ചാത്തപിച്ചു മടങ്ങുന്നവരുടെ പാവങ്ങളെ പുറത്തു കൊടുക്കുന്നവനായവനെ. ഈ ലോകത്തിലുള്ള ഏറ്റവും സമ്പന്നനായ അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് അപ്രകാരം തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ കിട്ടിയ വ്യക്തി തന്നിൽ ലഭ്യമായ ഈ പ്രാർത്ഥന മാനവകുലത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മനുഷ്യകുലം മുഴുവൻ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതിനപ്പുറത്ത് ഒരു മനുഷ്യനും വലിയ ആളാണ് എന്ന് ചമയേണ്ട എന്ന പാഠം കൂടിയാണ് ഈ പ്രാർത്ഥനയിലൂടെ നൽകുന്നത്. എന്താ പറയുന്നത്? അല്ലയോ ദൈവമേ, അല്ലയോ യഹോവയായ ദൈവമേ, അല്ലയോ പരബ്രഹ്മമായ ദൈവമേ, ഞാൻ അങ്ങേയറ്റം ബലഹീനനാകുന്നു. ഓരോ മനുഷ്യനും പറയണം, ഓരോ മനുഷ്യനും അങ്ങേയറ്റം ബലഹീനനാകുന്നു. ഇവിടെ ചില ആളുകൾ വലിയ ബലമുള്ളവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഭൂമിയിൽ ഒരുപാട് ആളുകൾ പണ്ട് വിലസി നടന്നിട്ടുണ്ട്. അതുപോലെ ഇക്കാലത്തും നടക്കുന്നുണ്ട്. അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, ദൈവത്തെ തേടുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ, സത്യത്തെ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ ഈ വഴിയിലൂടെ വരൂ. ഞാൻ ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും അങ്ങേയറ്റം ബലഹീനനാകുന്നു.
തെറ്റുകൾ ചെയ്തിരിക്കുന്നവനാണ്. നിത്യവും എൻ്റെ ബലഹീനതകൾ കാരണമായി ഞാൻ തെറ്റിലകപ്പെട്ടു പോകുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരുടെ അവസ്ഥയാകട്ടോ. ആരും ഇവിടെ ശരി ചെയ്തുകൊണ്ട് അങ്ങ് ജീവിക്കുന്നു, വലിയ പുണ്യവാനൊന്നും ആരും ചമയണ്ട എന്നാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ദിവസവും തെറ്റിലകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാ, എൻ്റെ തെറ്റുകളെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ അവനോട് ആവശ്യപ്പെടുന്നു. തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നെ കഴുകി ശുദ്ധീകരിച്ച് നീ എനിക്ക് മാപ്പ് ചെയ്യണമേ എന്ന് അവനോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ശുദ്ധീകരിക്കുവാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് നന്മയിലേക്ക് കരേറുവാൻ കഴിയും, രക്ഷാമാർഗം കണ്ടെത്താൻ കഴിയും. എൻ്റെ എല്ലാ തെറ്റുകളെയും കഴുകി എന്നെ പരിശുദ്ധനാക്കണമേ. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വേറെ എങ്ങും പോയിട്ടൊരു കാര്യവും ഇല്ല. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ വീടുകളിലാണെങ്കിൽ അവിടെ, റോഡിലാണെങ്കിൽ അവിടെ, ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ശരി, രാവിലായാലും പകലിലായാലും എൻ്റെ തെറ്റുകളെ എല്ലാം കഴുകി എന്നെ പരിശുദ്ധനാക്കണമേ എന്ന് ആ ജഗന്നിയന്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹൃദയഭക്തി കൊണ്ട് എൻ്റെ ഹൃദയത്തെ രക്ഷിക്കാൻ തക്കവണ്ണം എൻ്റെ പാവങ്ങളെ കഴുകിക്കളയണമേ. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ, നമ്മുടെ മനോവികാരങ്ങളും എല്ലാം തെറ്റിപ്പോയി. അതുമൂലം എനിക്കൊരുപാട് പാളിച്ചകൾ സംഭവിച്ചു. അത് എന്നിൽ നീ മാപ്പാക്കുകയും അതിന് പകരം പരിശുദ്ധിയുടെ സുഗന്ധം നീ എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ. പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ പാവങ്ങളെ പുറത്തു കൊടുക്കുന്നവനായവനെ, എന്ത് തെറ്റ് ചെയ്താലും പശ്ചാത്തപിക്കുകയാണെങ്കിൽ മാപ്പ് കൊടുക്കുന്ന ഒരേ ഒരു കോടതിയേ ഉള്ളൂ. അത് ഈ പരബ്രഹ്മമാണ്, ഈ യഹോവയാണ്, ഈ അല്ലാഹുവാണ്, ഈ ദൈവമാണ്. ആ ദൈവത്തിന് നിങ്ങൾ പോയി ഒന്നും കൊടുത്ത് നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല, നിങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടല്ലാതെ. കാരണം ഈ ഭൂമിയിലും ആകാശങ്ങളിലും ഉള്ളത് മുഴുവൻ അവൻ സൃഷ്ടിക്കുകയും അവൻ്റെ സൃഷ്ടികൾ അഖിലവുമാണ് ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അവന് നിങ്ങൾ കാശ് കൊടുത്തോ, നിങ്ങൾ കള്ളപ്പണം ഉണ്ടാക്കിയോ, കരിഞ്ചന്ത നടത്തിയോ, കൊള്ളയടിച്ചോ, മറ്റുള്ളവനെ ഇന്ന് പിടിച്ചു പറിച്ചോ കൊണ്ടുചെന്ന് അവിടെ കൊണ്ടുചെന്ന് കൊടുത്ത് നിങ്ങൾ രക്ഷ നേടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അത് വേറെ ആളുകൾ കൊണ്ടുപോയി നല്ലതുപോലെ ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ യഥാർത്ഥമായ നിലയിൽ തിരിച്ചറിയുക. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ദൈവസന്നിധിയിൽ നമ്മൾ ഒരു വാക്കും മോശമായി പറയാതിരിക്കുക, ഒരു പ്രവൃത്തിയും മോശമായി ചെയ്യാതിരിക്കുക. ആ വാക്കുകളും ആ പ്രവൃത്തികളും തെറ്റിപ്പോയി പശ്ചാത്തപിക്കുക, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ഉള്ള് കരിക്കട്ടയായി പോയതിനെ തേജോമയമാക്കി മാറ്റുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. അപ്രകാരം സഹായിക്കട്ടെ. അങ്ങനെ അല്ലാഹു തആലയായ മാനവകുലത്തിന് ലഭ്യമാകട്ടെ. അതിലൂടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി ഹസനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.